പ്രകൃതി വിരുദ്ധ പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്ന് പൊതുപ്രവർത്തകൻ ബഷീർ മീഡിയയോട് പറഞ്ഞു. മതപഠന ക്ലാസിന്റെ മറവിൽ 3 ഉസ്താദുമാർക്കെതിരെയാണ് പരാതി. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടുമായി ഇതര മതക്കാർ രംഗത്ത്. സാറേ, ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വാർത്തയായതാണ്. ഞങ്ങൾക്കൊണ്ട് അടിക്കാനും ഓടിക്കാനും തല്ലാനൊന്നും കഴിയാഞ്ഞിട്ടല്ല. ഇടപെട്ട പിന്നെ അതിൽ മതവും വർഗീയതയും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പിന്നാലെയാവും. അത് തന്നെ ഞങ്ങളുടെയും വിഷയം. ഇതുപോലുള്ള മൗലവിമാരെ കൈവച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വർഗീയതായിട്ട് മാറും. പ്രത്യേകിച്ചും ഹൈന്ദവ മതത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സാർ, ഇതൊരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് കുട്ടികളുടെ അവസ്ഥയാണ്. ഞാനൊരു മുസൽമാനാണ്. ഇതെൻ്റെ കൂട്ടുകാരനാണ് നിതീഷ്. ഞങ്ങൾക്ക് മതവും വർഗീയതയൊന്നുമില്ല. ഞങ്ങൾ മനുഷ്യന്മാരാ. സാർ ഒരു തീരുമാനം എടുക്കണം. സാറ് തീരുമാനം എടുത്തില്ലെങ്കിലേ ഞങ്ങൾ കയറി പണിയും. നിതീഷേ, നീ കുറെ ഉണ്ടാക്കും, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ എന്ത് ചൊരണ്ടാ നിൽക്കാനോട്. എന്നിട്ട് വേണം കുറെ പേര് സ്റ്റേഷന്റെ മുന്നിൽ വന്നിട്ട് സമരം ചെയ്യാൻ. എവിടുന്ന് കിട്ടിയോടോ അങ്ങനത്തെ? സോറി സാർ. എല്ലാ മൊയിലേക്കന്മാരും മോശക്കാരാന്നല്ല ഞങ്ങൾ പറയണത്. 100 ഒരെണ്ണം മതിയല്ലോ സാറേ. അത് എനിക്ക് അറിയാടോ. ഇങ്ങനെ കുണ്ടനടിക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, മര്യാദ സംസാരിക്കടാ. നിന്റെ അച്ചിവിടല്ല, പോലീസ് സ്റ്റേഷനാ, മനസ്സിലായോ? ആളവ ഇറങ്ങിയിരിക്കുന്നു, ആളറിഞ്ഞ് കളിക്കടാ. സാറേ, ഈ കാര്യത്തിൽ മതവും വർഗീയതൊന്നും ഉണ്ടാവില്ല സാറേ. ഞങ്ങൾ ഒറ്റക്കെട്ടാ സാറേ. സിദ്ദീഖേ, കാര്യം മനസ്സിലായി. ഇതിപ്പം നിങ്ങള് നാട്ടുകാരുടെ ഒരു പരാതിയാണ്. പരാതിയിൽ പറഞ്ഞ പോലെ ഞാൻ അവിടെ പോയി കാണാം, കാര്യങ്ങൾ അന്വേഷിക്കാം, വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ തന്നെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തങ്ങളായിട്ടും മൗലവിയായിട്ടൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ പല സ്ഥലത്തും പല തരത്തിലും നടക്കുന്നുണ്ട് സാറേ. ഇരയാവുന്നവരൊക്കെ 5 വയസ്സ് മുതൽ 15 വയസ്സുള്ള കുട്ടികളാണ്. കേട്ടോ സാറേ? അതില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. ചെറിയ മക്കളല്ലേ, പുറത്തു പറയാൻ പലർക്കും വഷളാണ്, പലർക്കും പേടിയാണ്. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ട സാറേ. ഒരു മിനിറ്റ് കേട്ടോ. ആ പറ ജെസി, ലീവിന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ടല്ലോ. സോറി സാർ. ഒരു മര്യാദ വേണ്ടേ? മേലുദ്യോഗസ്ഥനല്ലേ? സോറി സാർ. സാറൊന്ന് CI സാറിനോടൊന്ന്. സാർ, ഓരത്ത് ഇറങ്ങിക്കോളും മനുഷ്യനെ ഉണക്കെടുത്താൻ വേണ്ടിയിട്ട്. ഹലോ, എന്തായി? മോളെ മദ്രസയിൽ ചേർത്തോ? ഇല്ലക്കാ, ചേർത്തിട്ടില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വന്നിട്ട് നോക്കാം. ആയിക്കാ, ഓക്കെ. ഞാൻ വന്നിട്ട് ചേർക്കാം, അതാ നല്ലത്. ശരി. എന്നാ ശരി, ഞാൻ വിളിക്കാം. ബേബി, നടക്കുമോ ഇയാളെ കൊണ്ട്? ഇവിടെ സ്ഥലം എന്താ ചെയ്യാ? കുറച്ച് ദൂരമുണ്ട്. എന്താണ് ചെയ്യാ സർ? നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യും, അൻവറിനോട് വണ്ടി എടുക്കാൻ പറയും. ഓക്കെ സാർ, നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ സാർ, പോയിക്കോ സാർ.
ഉസ്താദ് 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 ഐ ആം വെയിറ്റിംഗ് ഉസ്താദ്. ഉസ്താദ്, കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉസ്താദ്, കുട്ടികളെ തിന്മയിൽ നിന്നും മാറ്റി നിർത്തേണ്ട ഉസ്താദ്, നന്മ പറഞ്ഞു കൊടുത്ത് സമൂഹത്തിന് നല്ല കുട്ടികളെ വളർത്തേണ്ട ഉസ്താദ്. പിന്നെ എന്തിനാ ഉസ്താദേ ഈ പീഡനം? പിന്നെന്തിനാ ഉസ്താദേ ഈ പീഡനം? അതിലെന്ത് സുഖമാണ് ഉസ്താദേ? പറ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഈ പള്ളിക്ക് ഇമാം നിൽക്കണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ പഠിപ്പിക്കുന്ന കുട്ടികളെ കൊല്ലിക്ക് വെക്കണമെന്ന്? ഉണ്ടോ ഉസ്താദേ? ഉണ്ടോ? എനിക്കുത്തരം കിട്ടണം ഉസ്താദേ, എനിക്കുത്തരം കിട്ടണം. ആരെങ്കിലും ഓടി വരും. ആരുമില്ല ഇവിടെ. ഇനി ഒരു കുട്ടിക്കും ഒരു മതപഠന ക്ലാസ് റൂമുകളിലും ഇത് സംഭവിക്കരുത് ഉസ്താദേ. ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുത്. സംഭവിക്കരുത്. കൊന്നു കളയും ഞാൻ. നീ മാത്രമല്ല, നിന്റെ കൂടെ മറ്റ് 2 ഉസ്താദുമാരും ഉണ്ടെന്ന് എനിക്കറിയാം. വിടില്ല ഒരുത്തിനെയും. ഇനി ഒരു കുട്ടിക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. പാടില്ല, പാടില്ല, പാടില്ല. എത്ര കുട്ടികളെ കൊണ്ട് നടിച്ചു. ഇനി നീ ഇല്ല, ഇനി നീ ഇല്ല, ഇനി നീ ഇല്ല ഉസ്താദേ. ഇസ്ലാം കാര്യം 5ആണെന്നും ഈമാൻ കാര്യം 6ആണെന്നും പഠിപ്പിച്ച നിങ്ങൾ ഇങ്ങനെയുള്ള ക്രൂരതകൾ ഇനി ചെയ്യാൻ പാടില്ല ഉസ്താദേ. നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു. ഒരു കോടതിക്കും ഉസ്താദിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ വിളിക്കണം ദൈവത്തെ, ഉറക്കെ ഉറക്കെ വിളിക്കണം. ഉറക്കെ ഉറക്കെ വിളിക്കണം. വിളിക്കണം. ഇനി നിന്റെ കൂട്ടാളികൾ. എന്താ പറ്റി? എന്ത് പറ്റി? ആരെങ്കിലും വിളിച്ചോട്, ആരെങ്കിലും വിളിച്ചോട്. ആശുപത്രി പോണം, ആശുപത്രി പോണം. എവിടെ എവിടെ പോകുന്നു നീ? എവിടെ പോകുന്നു നീ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല. നിനക്ക് പോകണ്ടേ? നിനക്ക് പോകണ്ടേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ ഉസ്താദ് പോയ സ്ഥലത്തേക്ക്, നിന്റെ ഉസ്താദ് പോകുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? പോകണം. നീ പഠിച്ചിട്ടില്ല ഇസ്ലാം കാര്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ പഠിച്ചിട്ടില്ല ഈമാൻ കാര്യം. ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ എന്തിനീ ക്രൂരത ചെയ്തു? എന്തിനു ചെയ്തു? ഇനി ഒരിക്കലും നീ ചെയ്യാൻ പാടില്ല. ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ല. എന്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. എന്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഉസ്താദേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പടച്ചോനെ നീട്ടി വിളിക്കാം. പടച്ചോനെ നീട്ടി വിളിക്കാം. ഈ ശിക്ഷ നിങ്ങൾക്ക് ദൈവം നരകത്തിൽ തരേണ്ടതാണ്. പക്ഷേ അതിവിടെ ഞാൻ തരുന്നു. അതിവിടെ ഞാൻ തരുന്നു. ഇനി ഒരിക്കലും ഒരു കുട്ടിയോടും ഒരു ക്രൂരത കാണിക്കരുത്. കാണിച്ചു പോകരുത്. ഇനി നീ കാണിക്കരുത്. ഉറക്കെ വിളിക്കേ, ഉറക്കെ വിളിക്കേ, ഉറക്കെ ഉറക്കെ വിളിക്ക ദൈവത്തിനെ. നീ കരയുന്നതാരും കേൾക്കില്ല. ഒരു ഉസ്താദായാൽ, ഈമാനുള്ള ഒരു ഉസ്താദായാൽ സമൂഹത്തിന് കൊടുക്കേണ്ട നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞു കൊടുക്കേണ്ട ഓരോ വാക്കുകളും കാറ്റിൽ പറത്തി സകല കുട്ടികളെയും
ആവശ്യാനുസരണം ഭോഗിക്കുന്ന നിന്നെ പോലെയുള്ള ഉസ്താദുമാര് ഈ ലോകത്തിന് വേണ്ട. ഉസ്താദ് എന്തു പറ്റി ഉസ്താദ? ഉസ്താദ എന്തു പറ്റി? എന്താണ് ഉസ്താദ? എന്താണ് പറയ്, ആരെന്താ ചെയ്തേ? ഉസ്താദ് നിങ്ങളാരാ? എന്തിനാ ഇപ്പൊ ഉസ്താദ് ചെയ്യുന്നേ? പേടിയുണ്ടോ ഉസ്താദെ? പേടിച്ചു പോയോ ഉസ്താദെ? ഈ കാര്യത്തിൽ പേടിച്ചു പോയോ? പേടിച്ചു പോയോ? പേടിക്കണ്ട ഉസ്താദ്, പേടിക്കണ്ട ഉസ്താദ്. ഈ ശിക്ഷ നിങ്ങൾക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ല, പാടില്ല, ഇനി ചെയ്യാൻ പാടില്ല. ഇത് എന്റെ ശിക്ഷയാണ്, എന്റെ മാത്രം നിയമമാണ്, എന്റെ മാത്രം നിയമം, എന്റെ മാത്രം നിയമം. ഇനി നിങ്ങൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു അവയവമില്ലാതെയാണ്. വാഹിദ് യസ്ന സലാസ, വാഹിദ് യസ്ന സലാസ. ഉസ്താദ്, ഉസ്താദ്, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ജീവിക്കും. ഈ കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ 3 പേരും ജീവിക്കും. നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ ജീവിക്കണം. പൗരുഷമില്ലാതെ ജീവിക്കണം, പൗരുഷമില്ലാതെ ജീവിക്കണം. ഇനി ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടരുത്, കണ്ടുമുട്ടാൻ ഇടവരരുത്. പോട്ടെ ഉസ്താദേ. ഇത് നിങ്ങളെപ്പോലെയുള്ള എല്ലാ ഉസ്താദുമാർക്കും ഒരു പാഠമായിരിക്കട്ടെ, പഠിക്കാനുള്ള ഒരു വലിയ പാഠം, ഒരു വലിയ പാഠം. ഒന്ന് വാടോ, ഒന്ന് വേഗം വാ. എന്താ കാണുന്നൊക്കെ? ഇപ്പൊ എവിടെ കൊണ്ടുപോവാനാ? ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്? വാ, പിടിക്ക്, കയറി പിടിക്ക്, വാ, എല്ലാരും പിടിക്ക്, വാ, പെട്ടെന്ന് പിടിക്ക്. എണീക്ക്, എണീക്ക്, വാ, പിടിക്ക്. ജോക്കർ, റാസ്കൽ.